നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ്. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം, ഒരുപാട് സ്വലാമുകൾ പറയണം. എങ്കിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതല്ലേ. അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഫ്ളലിൽ അഅമാൽ. ഹബീബായ തങ്ങളുടെ മേലിൽ ചെല്ലുന്നതായ സ്വലാത്തുണ്ടല്ലോ, അത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ പെട്ട ഒരു കർമ്മമാണല്ലോ. നമ്മുടെ കർമ്മങ്ങളിൽ പെട്ടതായ കർമ്മങ്ങളിൽ ഏറ്റവും നല്ലതായ കർമ്മമാണല്ലോ. ആ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ആദരവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വലാത്തുകളും സലാമുകളും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കുമല്ലോ, നമ്മുടെ പ്രയാസങ്ങളെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒരുപാട് തെളിവുകളല്ലേ, ഒരുപാട് തെളിവുകൾ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മലക്കുകളും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സത്യവിശ്വാസികളെ, നിങ്ങളും ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ നമുക്കുള്ളതായ പ്രയാസങ്ങള്, നമുക്കുള്ളതായ വിപത്തുകളെല്ലാം അല്ലാഹു തട്ടി നീക്കി തരുന്നതല്ലേ. മാത്രമല്ല ഒരുപാട് ഗുണങ്ങളും ആ സ്വലാത്ത് ചൊല്ലിയാൽ അതിൽ കൂടെ നമുക്ക് കിട്ടുന്നതല്ലേ. വലിസ്വലാത്തി അലൈഹി ഫവായിദ് കസീറത്തുൻ വമനാഫിഉ അദീദാ. ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് ധാരാളം ഗുണങ്ങളും എണ്ണമറ്റ ഉപകാരങ്ങളും ഉണ്ടല്ലോ. നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു നമുക്ക് നൽകുന്നതല്ലേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി അശ്റാ. ആരെങ്കിലും ഒരാൾ എന്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേലിൽ 10 സ്വലാത്തുകൾ ചൊല്ലുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ എന്നൊന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നു, റമളാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്തിന്റെ സമയമാകുമ്പോൾ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നു. പക്ഷേ അതൊക്കെ സ്വീകാര്യമാണോ എന്ന് നാം ഒരു വേള ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിക്കണം നമ്മൾ. എന്നാൽ ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്തുകൾ ചൊല്ലിയാൽ നമുക്ക് അല്ലാഹു ഒരുപാട് പദവികൾ നൽകുന്നതാണ്. ഒരുപാട് എണ്ണമറ്റ ഉപകാരങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്.
സ്വലാത്ത് ചെല്ലുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അവരുടെ പദവികളെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ്. ആ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ അവരുടെ പദവിയെ അല്ലാഹു ഉയർത്തപ്പെടുന്നതാണ്, അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. മൻ സല്ല അലയ്യ മിൻ ഉമ്മതി സ്വലാത്തൻ തുഖ്ലിസൻ മിൻ ഖൽബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാ അശറ സ്വലവാത്ത്. എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാള് എന്റെ മേലിൽ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായ നിലയിൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 10 സ്വലാത്തുകൾ അവന്റെ മേലിൽ ചൊല്ലുന്നതാണ്. നല്ല ഹൃദയത്തോടുകൂടെ എനിക്ക് വേണം ഹബീബായ തങ്ങളെ ഖൽബിൽ ഒരു ഇടം എനിക്ക് വേണം എന്നുള്ളതായ ആ ഒരു നല്ല നിയ്യത്തോടുകൂടെ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് 10 സ്വലാത്തുകൾ ചൊരിഞ്ഞു തരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയുക, എത്ര വലിയ ഓഫറാണ് അല്ലാഹു നമുക്ക് നൽകിയത്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരു സ്വലാത്ത് നമ്മൾ ആത്മാർത്ഥതയോടുകൂടിയാണ് ഒരു സ്വലാത്ത് ചൊല്ലിയതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതായ പ്രതിഫലം എത്രയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രതിഫലം. വറഫഅഹു ബിഹാ അശറ ദറജാതിൻ വറഫഅഹു ബിഹാ അശറ ദറജാതിൻ. ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 പദവികൾ അല്ലാഹു ഉയർത്തപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. നമുക്കറിയാതെ പോകുന്നതാണ് ആ തങ്ങളുടെ പേരിൽ നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്നതായ പ്രതിഫലം, പദവി, അത് നമുക്കറിയാതെ പോകുന്നു. അതിന്റെ വലിപ്പം നമുക്കറിയാതെ പോകുന്നു. വറഫഉ ബിഹാ അശറ ദറജാതിൻ. ഹബീബായ തങ്ങളെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് കാരണം അവൻക്ക് 10 പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കും. വകതബ ലഹു ബിഹാ അശറ ഹസനാത്ത്. ആ സ്വലാത്ത് കാരണം 10 ഹസനത്തുകൾ അവനിക്ക് എഴുതി വെക്കുന്നതാണ്. വമഹാ അൻഹു അശറ സയ്യിആത്ത്. ആ സ്വലാത്ത് കാരണം അവന്റെ 10 തിന്മകൾ മായ്ക്കപ്പെടുന്നതാണ്. അവനിക്ക് ആ സ്വലാത്ത് ചൊല്ലിയതിന്റെ കാരണത്താൽ അല്ലാഹു 10 ദറജകൾ ഉയർത്തി കൊടുക്കുന്നതാണ്. മാത്രമല്ല 10 ഹസനത്തുകൾ അവനിക്ക് എഴുതി വെക്കുന്നതാണ്. പിന്നെയോ 10 തിന്മകൾ, അവൻ ചെയ്തതായ തിന്മകളിൽ നിന്ന് 10 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. നോക്കണം അല്ലാഹു നമുക്ക് തരുന്നതായ പ്രതിഫലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഹബീബായ തങ്ങളുടെ മേലിൽ എണ്ണം വെക്കാതെയുള്ള സ്വലാത്തുകൾ നമ്മൾ പതിവാക്കണം. എവിടെയാണെങ്കിലും, നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്താ കാരണം? വതബലഗു സ്വലാത്തുനാ ഇലാ ഹബീബിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യുസല്ലി. നമ്മുടെ സ്വലാത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിലേക്ക് നാം സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് തന്നെ എത്തുകയും ചെയ്യും. നമ്മൾ എപ്പോഴൊക്കെയാണ് സ്വലാത്ത് ചെല്ലുന്നത്, ആ സ്വലാത്ത് ആ സമയത്ത് തന്നെ
ഹബീബായ തങ്ങൾ ഹദ്റത്തിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു സംശയവുമില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഹൈസുമാ കുൻതും ഫസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗ്നി. ഹബീബായ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എവിടെയായിരുന്നാലും എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, നിശ്ചയം നിങ്ങളുടെ സ്വലാത്ത് എന്റെ അടുക്കൽ എത്തുന്നതാണ്. ഏതവസ്ഥയിലാണെങ്കിലും, നമ്മൾ പണിയെടുക്കുന്നവരാണെങ്കിലും, നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിലും, നമ്മൾ വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും ഹബീബായ തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് എത്തുന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ടോ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ വക്കല ബിഖബരി മലകൻ. ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, അല്ലാഹു എന്റെ ഖബറിന്റെ അടുത്ത് ഒരു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു ഹബീബായ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് ഒരു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ മലക്കിന്റെ സ്വഭാവം എന്താണ്? ആ മലക്കിന്റെ പണി എന്താണ്? നമ്മൾ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ പേരുകൾ രേഖപ്പെടുത്താൻ, നമ്മുടെ പിതാവിന്റെയും പിതാവിനോടൊപ്പം നമ്മുടെ പേരിനെയും ചേർത്ത് ആ മലക്ക് അവിടെ പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മുടെ മക്കളൊക്കെ സ്വാലിഹാകണമെന്ന് പറയാനുള്ള കാരണം. ഇന്നാലിന്നവന്റെ മകന്റെ മകൻ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന് ആ മലക്ക് അവിടെ രേഖപ്പെടുത്തും. അതാണ് പറഞ്ഞത്, ഹാദാ ഫുലാൻ ഇബ്നു ഫുലാനിൻ ഖദ് സല്ല അലൈക. ഇന്നാലിന്ന വ്യക്തിയുടെ മകൻ ഇന്നാലിന്ന വ്യക്തിയാണ് ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നതെന്ന് അവിടുന്ന് രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പിഞ്ചു മക്കളെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ സ്വലാത്തുകൾ ചെല്ലിപ്പിക്കണം. അതൊരു ശീലമാക്കണം, അതൊരു ഹരമാക്കണം മക്കളിൽ. നമ്മുടെ മക്കളിൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലാൻ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവർ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഹബീബായ മദ്ഹുകളും അവിടുത്തോടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് ഇളം മനസ്സിൽ തന്നെ അവരുടെ മനസ്സിൽ അത് കുത്തിവെച്ചു കൊടുക്കണം. ആ പിഞ്ചു ഹൃദയത്തിൽ ആയത്തിൽ ഇറങ്ങുന്ന രൂപത്തിൽ ഹബീബിന്റെ മദ്ഹുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ അവർക്ക് നമ്മളെ ശീലിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അവർക്ക് സ്വലാത്ത് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് ആ സ്വലാത്തുകൾ ചെല്ലാൻ നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യണം. എന്നാൽ ആ കുട്ടികൾ എല്ലാ സമയത്തും എന്താണ് ഒരുപാട് സ്വലാത്തുകൾ അറിയാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും നമ്മൾ സ്വലാത്ത് ചെല്ലുന്നവരായിരിക്കണം. എന്നാലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഇന്ന മിന്ന ഫളി അയ്യാമികും യൗമൽ ജുമുഅ. എല്ലാ ദിവസവും നല്ല പുണ്യമുള്ള ദിവസമാണ്. എങ്കിലോ യൗമൽ ജുമുഅ, ആ ദിവസങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും പുണ്യമുള്ള ദിവസം അത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ സ്വലാത്ത് ചെല്ലുന്നവരായിരിക്കണം, എല്ലാ സമയത്തും. എന്നാൽ
വെള്ളിയാഴ്ച ദിവസം എത്തുമ്പോൾ ഒന്നും കൂടെ എല്ലാ ദിവസത്തിനേക്കാൾ ഒരു പിടി ഒന്നും കൂടെ നമ്മൾ സ്വലാത്ത് ചൊല്ലുക. കാരണം എല്ലാ ആഴ്ചയെക്കാളും എല്ലാ ദിവസത്തെക്കാളും ഒരു പിടി ശ്രേഷ്ഠതയുള്ളത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യാം? നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാൻ നമ്മുടെ മനസ്സ് നമ്മൾ പാകപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സ്വലാത്ത് ചൊല്ലി 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 ഹബീബിനെ നമ്മൾ മരിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഹബീബായ തങ്ങളെ നമ്മളെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ സ്വപ്നത്തിലെങ്കിലും ആ ഹബീബായ തങ്ങളെ മുഖമൊന്നു കാണാൻ നമ്മുടെ സ്വലാത്തിന്റെ പവർ കൊണ്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് എല്ലാ ദിവസവും ഹബീബായ തങ്ങളെ മേലിൽ നല്ല ആത്മാർത്ഥതയോടുകൂടിയുള്ള സ്വലാത്ത് ചെല്ലാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ്